ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസൊക്കെ ഒന്ന് ഇട്ടിട്ട് ഇതിപ്പോൾ രാവിലെയാണ് കേട്ടോ. രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇടയത്താഴത്തിന് എഴുന്നേറ്റതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ആഹിലിനെ ഇരുത്തി പഠിപ്പിക്കുന്നതാണ് കാണുന്നത്. കാരണം ആഹിലിന് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പേടിയുള്ളൊരു സബ്ജക്റ്റാണ് കേട്ടോ, സോഷ്യലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോഷ്യൽ, പക്ഷേ ആഹിലിനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ, പ്രത്യേകിച്ച് ഹിസ്റ്ററി പഠിക്കാനായിട്ട്. അപ്പോൾ ഏകദേശം 9 ചാപ്റ്ററോളം എക്സാമിനുണ്ട്. അപ്പോൾ അവന് കുത്തിപ്പൊക്കി ഇരുത്തിയേക്കാണ് കേട്ടോ നോമ്പ്. അപ്പോൾ ആഹിൽ അങ്ങനെ ഞാൻ എടുപ്പിക്കാറില്ല ഇപ്പോൾ, എക്സാമൊക്കെ കഴിയട്ടെ എന്ന് ഓർത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. രാവിലത്തെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട്. ആലിമിനത അംഗൻവാടിയിലേക്കും കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ നമുക്ക് കാര്യമായിട്ട് ജോലിയൊന്നും ഇല്ലല്ലോ. ഒന്നാമതിലും നോയമ്പാണ്. നമ്മൾ ഉച്ച കഴിയുമ്പോഴാണ് കിച്ചണിലേക്ക് കയറുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ഡിലേ ആയത്. ഒന്നാമതിൽ ഭയങ്കര ചൂടാണല്ലോ. അപ്പം വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ മടി പിടിച്ചിരിക്കുമായിരുന്നു, അതാണ് അങ്ങനെ നീണ്ടുപോയത്. അപ്പോൾ ഞാൻ എന്താ കുറച്ച് പോട്ട്സൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നമ്മളുടെ വളങ്ങൾ, അതായത് നമ്മളിങ്ങനെ പച്ചക്കറി വേസ്റ്റ് വെക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വളം എടുത്തിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ്ട് എന്നിട്ട് ഇതാ ഈ ഒരു പ്ലാന്റാണ് അതിലേക്ക് നട്ടു കൊടുക്കുന്നത്. അപ്പോൾ ഇത് അധികം വെയിൽ വേണ്ടാത്തൊരു പ്ലാന്റാണ്, നല്ല രസമാണ് കാണാനായിട്ട്. നിലത്തൊക്കെ നട്ടേനെ നല്ലപോലെ ഈ ലീഫിൻ്റെ വലിപ്പമൊക്കെ ഭയങ്കര വലുതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനപ്പുറത്ത് ഇതങ്ങോട്ട് നട്ടു കൊടുക്കാമെന്ന് ഓർത്തു. ഇതൊരു ചെടിച്ചട്ടിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ അധികം വെയിലില്ലാത്തൊരു ഏരിയയിൽ നട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിക്ക് വളർന്നു വരും. അപ്പോൾ ഞാൻ എന്താ അതൊക്കെ നട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ പിന്നെ കുറച്ചു നേരം ചെടിയുടെയൊക്കെ പുറകിൽ നടന്നു. പിന്നെ അധികം നേരം നമുക്ക് തന്നെ നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നല്ല വെയിലാണ്. ചെടി നനക്കാൻ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടിയാണ്. രാവിലെ തന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല വെയിലാണല്ലോ. സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നണു വൈകിട്ട് നനക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നണു. ഇതും ഇതേപോലത്തെ ഒരു മണി പ്ലാന്റ് ആണ്. അത് നല്ല ഭംഗിക്ക് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ആ ശംഖുപുഷ്പം അത്യാവശ്യം നല്ലപോലെ ഫ്ലവറൊക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ശംഖുപുഷ്പത്തിനൊക്കെ നല്ല വെയിൽ കിട്ടേണ്ട ഒരു പ്ലാന്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് ഡബിൾ പെറ്റൽ ആയതാണ്, നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്, നല്ല രസമുണ്ട്. പിന്നെ ഇപ്പം നോയമ്പായതാണ് നമ്മളങ്ങനെ കുടിക്കാനോ അങ്ങനെ എടുക്കാറില്ല. അങ്ങനെ ചെടികളിൽ പുറകെ കുറച്ച് നേരം നടന്നു. കുറച്ച് ചെടികൾ മാറ്റി നട്ടു കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വാഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിൽ കയറുന്നത്. നമുക്ക് 4 മണിക്ക് ട്യൂഷനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഒരു മുക്കാൽ ഭാഗത്തോളം ജോലി ഞാൻ തീർത്ത് വെക്കോട്ടോ. അപ്പോൾ ഇതാ ആലിമ വന്നിട്ടുണ്ട് കേട്ടോ അംഗൻവാടിയിൽ നിന്ന്. അപ്പോൾ അവനവിടെ എന്താണ് സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ സ്നാക്സ് തന്നെയാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് തന്നെയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം സവാളയും കൂടി ഇട്ട് വഴറ്റി കൊടുക്കും. സവാള ഒന്ന് വഴണ്ട് നന്നായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും. കൂടെ ഉരുളക്കിഴങ്ങും മുട്ടയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ഒരു ഫോർക്ക് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് പൊട്ടാറ്റോ സ്മാഷറൊന്നുമില്ല, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഫോർക്ക് 2 എണ്ണം വെച്ചിട്ടൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു സ്നാക്കിന് ഭയങ്കരമായിട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് കുറച്ച് ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉടച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ മുട്ടയും ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് ആ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് പൊട്ടറ്റോ നേരെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ കുരുമുളക് പൊടി, ഇത്രയാണ് കേട്ടോ ചേർത്തേക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ ഒരു നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കും. കൂടെ മുട്ടയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി എടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്.
ഇപ്പോൾ ബാക്കിയുള്ളത് ട്യൂഷൻ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പുറത്ത് ഭയങ്കര കാറ്റൊക്കെ കണ്ടൊന്ന് ഇറങ്ങി നോക്കിയതാണേ. ഭയങ്കര കാറ്റ് കേട്ടോ, ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ മഴ പെയ്യുന്നൊരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ആഹിൽ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടില്ല. അതിൽ 11 വരെ ഉള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം. പക്ഷെ അവൻ ക്ലാസ് വിട്ട് വന്ന വഴിക്കാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ കയറി അവിടെ കുറേ നേരം ഇരുന്ന് അവിടെ നിന്ന് ട്യൂഷന് ഒരു 5 മിനിറ്റ് മുന്നേക്ക് ആളെത്താറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ടെൻഷനായി. നല്ല മഴ വരുന്നുണ്ട്, റെയിൻകോട്ട് ഒന്നും എടുത്തിട്ടില്ല, മഴയും കൊണ്ടായിരിക്കും വരുന്നത്. അതുമാത്രമല്ല ട്യൂഷന് വന്ന കുട്ടികളൊക്കെ നല്ല ഇടിവെട്ടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ എങ്ങനെ വരുമെന്നൊക്കെ ഓർത്ത് ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഭയങ്കര കാറ്റ് കേട്ടോ. ഇങ്ങനെ ഭയങ്കര കാറ്റ് കാണുമ്പോൾ ഞാൻ നേരെ ഓടി ഏറ്റവും മേളിലേക്ക് കയറും കേട്ടോ. കാരണം നമ്മുടെ ചെടിച്ചട്ടികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ ചെടിച്ചട്ടികൾ അങ്ങോട്ടേക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താഴെ ചില്ലിട്ടിട്ടുണ്ട് കേട്ടോ. നേരെ ചില്ലുമേലായിട്ടായിരിക്കും വീണ് പോണത്. അപ്പോൾ എനിക്ക് അത് കാരണം ഭയങ്കര ടെൻഷനാണ്. ഞാൻ ആ ഒരു സൈഡിൽ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടേക്കും പറഞ്ഞു പോകാതിരിക്കുക, അതായത് ഇങ്ങോട്ട് പറഞ്ഞാലും കുഴപ്പമില്ല, നമ്മുടെ ചില്ലുമേട്ട് വീഴാണ്ടിരിക്കാനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ ബാൽക്കണിയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാറ്റ് കാണുമ്പോൾ മനസ്സിലാവില്ല, നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ചെടിച്ചട്ടികളും വന്നു വീഴാനുള്ള ചാൻസ് ഒന്നുമില്ല. ഞാൻ പിന്നെ താഴെ വന്നിട്ട് മുട്ടക്കറി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞാലും മുട്ട റോസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇപ്പോൾ പൊട്ടിന് പൊടി വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ട്യൂഷൻ കഴിഞ്ഞിട്ടേ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ. കാരണം അപ്പോൾ അത്യാവശ്യം നല്ല ചൂടോടുകൂടി കഴിക്കാമല്ലോ. ഇനിയിപ്പോൾ പൈനാപ്പിൾ ഇരിക്കുന്നുണ്ട്. പൈനാപ്പിൾ കട്ട് ചെയ്ത് ഫ്രീസറിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഇനി ഹസ്ബൻഡ് ആ ഒരു സമയമാകുമ്പോൾ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തോളും, അത് റെഡി ആക്കിക്കോളും. ജ്യൂസൊക്കെ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന ഹസ്ബൻഡാണ് കേട്ടോ. നല്ല വെറൈറ്റി ജ്യൂസൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പരീക്ഷണങ്ങളാണ്, പക്ഷേ ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ അത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ട്യൂഷന് കഴിഞ്ഞു, നോമ്പുറക്കലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്ക് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ കൂട്ടല്ല കേട്ടോ. ഇത് വേറൊരു സംഭവമാണ്. ഇത് കുറച്ച് നമ്മൾ ബീഫൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു സംഭവമാണ് കേട്ടോ. പക്ഷേ നല്ലതായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഹസ്ബൻഡ് ബീഫ് കറിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തോന്നലാണ് കേട്ടോ പെട്ടെന്ന് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇതേപോലെ ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെ വെള്ളം പോലെ ഇരിക്കണമെന്ന് ഹസ്ബൻഡിന് ഇഷ്ടമല്ല. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഹസ്ബൻഡ് ഉണ്ടാക്കി തുടങ്ങിയ പിന്നെയാണ് ഞാൻ ബീഫ് കഴിക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഞാൻ ബീഫ് കഴിക്കില്ലായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതങ്ങനെ ബീഫ് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. കണ്ട ഈ ഒരു പാത്രത്തിലെടുത്തപ്പോഴേക്കും നമ്മുടെ ബീഫ് കറി തീർന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം അത്ര മാത്രമേ ഉണ്ടാക്കുള്ളൂ. അങ്ങനെ പകുതിയായിട്ടൊക്കെ വെച്ച് അങ്ങനെ പല രീതിയിലൊക്കെ ഉണ്ടാക്കാറ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ജോലി ആഹിലിനിരുത്തി പഠിപ്പിക്കലാണ് കേട്ടോ. ഈ ഒരു എക്സാം കഴിയുന്നവരെ എനിക്ക് ടെൻഷനായിരിക്കും. അപ്പോൾ ഭയങ്കര മടിയാണ്, പ്രത്യേകിച്ച് ആൺപിള്ളേരായതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തൊരു മടിയാണെന്നറിയോ പഠിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇരുത്തി പഠിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് അടുത്ത ജ്യൂസായിട്ട് വന്നിട്ടുണ്ട് രാത്രി. ഇതിൽ പൈനാപ്പിള്, ഓറഞ്ച്, ക്യാരറ്റ് 3 കൂടി ചേർത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. അധികം മധുരമൊന്നും ഇടാണ്ട്. അപ്പോൾ ക്യാരറ്റ് മിക്കപ്പോഴും തന്നെ ഞങ്ങളുടെ ഡ്രിങ്കിൽ ഉണ്ടാവാറുണ്ട്. ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് അധികം മധുരമൊക്കെ ചേർത്താണ് ഉണ്ടാക്കാറ്. പക്ഷെ ഹസ്ബൻഡ് എനിക്ക് ഹെൽത്തി ആയിട്ട് കുറച്ചുകൂടി നല്ലതായിട്ടുള്ള രീതിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കുടിച്ച് അവനത് അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.